ഇനി ഞങ്ങൾക്ക് ശരിക്കും പട്ടണത്തിൻ്റെ പ്രേക്ഷകർക്ക് അഭിമന്യുവിനെ ഒന്ന് കണ്ടാൽ കൊള്ളാം വേണ്ടേ? നമ്മുടെ ഷമ്യേട്ടൻ്റെ മകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം അഭിമന്യു. അച്ഛനും മോനും ഇവിടെ ആദ്യമായിട്ടാണോ ഒരു വേദിയിൽ നിൽക്കുന്നത്? അതൊരു നല്ലൊരു അനുഭവമാണ്. അതിന് സാക്ഷിയാകാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. കാരണം ഒരു വലിയ അച്ഛൻ്റെ, മഹാനായ അച്ഛൻ്റെ വലിയ മകനാണ്. അപ്പോൾ ഇനിയിപ്പം അടുത്ത, അതായത് മൂന്നാം തലമുറ വേദിയിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് മിനി സ്ക്രീനിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതൊരു വലിയ നിമിത്തമല്ലേ? ഒരു സന്തോഷം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, എന്താണ് കഴിവുകളൊക്കെ? എന്താ ചേട്ടാ? നന്നായിട്ട് പടം വരയ്ക്കും. പടം വരയ്ക്കും. നല്ല ആർട്ടിസ്റ്റാണ്. പാട്ട് ചെറുപ്പം മുതലേ വരയ്ക്കും. പാട്ടൊന്നും അങ്ങനെ പാടി കണ്ടിട്ടില്ല. ഇല്ല. ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും പറയണ്ട, ഈ മുഖത്തേക്ക് നോക്കിയാൽ നമുക്കറിയാം. എനിക്ക് തോന്നുന്നത് ഭാവിയിലെ ഒരു നായകനായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു നായകനായില്ലെങ്കിലും നടനാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഉറപ്പല്ലേ? ഇല്ലാതില്ല. എന്തായാലും എൻ്റെ നാവ് പൊന്നാവട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. വളരെ നല്ല കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ അഭിമന്യുവിന് കിട്ടട്ടെ. അതിന് ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളുണ്ടാവും, സപ്പോർട്ടുണ്ടാവും. ഷമീട്ട, അഭിയെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ അല്ലെ ആലോചിക്കുമ്പോൾ എന്താണ് ചേട്ടൻ ഓർക്കാനുള്ളത്? കാരണം പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്? ഇവന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാല് ഈ അൺപ്രഡിക്റ്റബിൾ എന്നൊക്കെ പറയാമല്ലോ. നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. നല്ല ഡ്രൈവറാണ്, നന്നായിട്ട് വണ്ടി ഓടിക്കും. ചെറുപ്പം മുതലേ ഓടിക്കും, വളരെ ചെറുപ്പം മുതലേ ഓടിക്കും. ലൈസൻസ് ഒക്കെ പൊക്കെയാണ്. അപ്പം ഞാനിടയ്ക്ക് എൻ്റെ വല്ലപ്പോഴൊക്കെ പോകുമ്പോൾ ഇവന് ഫ്രീ ആണ്, കോളേജൊന്നും ഇല്ലാത്ത സമയമാണ് ഇവൻ എൻ്റെ കൂടെ ഇപ്പോഴും വന്നേക്കുന്ന വണ്ടി അവനാണ് ഓടിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ റോഡിൽ കൂടി ഇങ്ങനെ ഓടിച്ച് നല്ല സ്മൂത്തായിട്ട് ഓടിച്ച് ഇങ്ങനെ വരുമ്പോഴായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും കാര്യം ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് അപ്പോൾ നമ്മൾ വിചാരിച്ച ആ കൂടെ വണ്ടി ഇടിച്ച് പ്രശ്നമായി. എന്താ കാര്യം? ഒരു ജാഗ്വാർ അങ്ങോട്ട് പോയിരുന്നു, അല്ലെങ്കിൽ ഒരു ഹാർലി ഡേവിഡ്സൺ. ഹാർലി ഡേവിഡ്സൺ എന്നാ പറഞ്ഞത്. നമ്മൾ വിചാരിച്ച അവിടെ അപകടം ഉണ്ടായി, ചത്ത് ആകെ പ്രശ്നമായി. വണ്ടി കൈവിട്ട് പോയെന്ന് പേടിയോ? അങ്ങനെ അത്രയ്ക്ക് അത് സാരമില്ല. അതൊന്നും നമുക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. കാരണം ഇപ്പോഴുള്ള എല്ലാ ന്യൂ ജനറേഷൻ കുട്ടികളുടെയും ഒരു താല്പര്യം അതൊക്കെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ പരിപാടിയുണ്ട്. പിന്നെന്താ ഇങ്ങോട്ട് വന്നേക്കുന്നത് തന്നെ അതാ. പക്ഷേ നമുക്ക് ആ ജാഗ്വാറിന്റെ ഓഫീസിലത് പോകണം, ഷോറൂമിൽ അല്ലേ. എന്താ എൻ്റെ ഫ്രണ്ടാ, ഞാൻ പുള്ളിയായിട്ട് കമ്പനി അടിച്ചിട്ടുണ്ട്, ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിക്കണമെന്ന് അവിടെ പോയി. ഇതുപോലെ എനിക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോയി എന്താണ് ഹാർലി ഡേവിഡ്സന്റെ ഓഫീസ് അവിടെ പോയി. അവിടെ ചെന്ന് അവന്മാരെ പോയി പെരട്ടി. അതിനൊക്കെ ഭയങ്കര കഴിവാണ്. പോയി പെരട്ടി എന്നിട്ട് പിന്നെ എന്നെ കൊണ്ട് അങ്ങോട്ട് ഇറക്കി. അവരും ഭയങ്കര ഹാപ്പിയായി. അത് ചേട്ടാ എനിക്ക് എന്താ വണ്ടിയുടെ നമ്പർ 48. ഓടിച്ചോണ്ട് പോകും. ഓക്കെ, ഇതൊന്നും ഒരു വലിയ തെറ്റായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതൊക്കെ ഒരു ന്യായമായ വണ്ടി ചോദിക്കാന്ന് പറയുന്നത് ഇവരുടെ ഇപ്പോഴുള്ള കുട്ടികളുടെ സന്തോഷമാണ്. കാരണം ടെസ്റ്റ് ഡ്രൈവ് ചോദിച്ചിട്ട് വണ്ടി തന്നില്ല, ഇനിയിപ്പോൾ വണ്ടി എടുത്താലോ? വണ്ടി എടുക്കാനാണ് ടെസ്റ്റ് ഡ്രൈവ് ചോദിക്കുന്നത്. അപ്പോൾ വണ്ടിയെക്കുറിച്ച് അറിയാനും ആ ഒരു കാര്യത്തിലൊക്കെ. അപ്പോൾ നായകൻ നന്നായിട്ട് വണ്ടി ഓടിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ചേട്ടാ, ഒരുപാട് സന്തോഷം. ശരിക്കും പട്ടണത്തിൽ വന്ന ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളും അതുപോലെ ഒരുപാട് കാര്യങ്ങളും ഈ വേദിയിൽ വന്ന് പറഞ്ഞതിൽ ഞങ്ങളുടെ എല്ലാവരുടെയും എൻ്റെ ടീമിൻ്റെ നന്ദി അറിയിക്കുന്നു.